ഹമാസിന് കൊടുത്ത സമയം ഏതാണ്ട് അവസാനിച്ചു. ഗാസയിൽ സമാധാനം ഉണ്ടാക്കാനായിട്ടുള്ള പുതിയ ചില തീരുമാനങ്ങളിലേക്ക് ട്രംപ് കടക്കുന്നു എന്നുള്ളത്, കാരണം ഇസ്ലാമിക ഭീകരതയെ ഒരു തരത്തിലും വെച്ച് വാഴിക്കാത്ത ഒരാളെയാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ് ഇനി ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്? സമ്പൂർണമായിട്ടുള്ള അധികാരം ഒഴിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഉന്മൂലനം. ഇതാണ് ട്രംപിന്റെ സമാധാന ചർച്ചയ്ക്ക് മുന്നേയുള്ള അന്ത്യശാസനം. ഗാസയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പം ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്നത്. ട്രംപ് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമോ എന്നുള്ള ഒരു, പക്ഷെ ട്രംപിന്റെ അന്ത്യശാസനങ്ങൾ ലംഘിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്, നെതന്യാഹു. ഇതിനോടകം തന്നെ 24 പേര് കൊല്ലപ്പെടുന്ന ഒരു ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നെതന്യാഹു പുറമെ, അതായത് ബാഹ്യ ദൃശ്യാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നെതന്യാഹു എതിരാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഈ ഖത്തറിൽ അടിച്ച സമയത്തൊക്കെ നമ്മളത് കണ്ടതാണ്. ട്രംപ് അറിഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോ ഇസ്രായേൽ ആദ്യം തന്നെ അംഗീകരിച്ച ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് മേൽ ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറായതോടെയാണ് പ്രതീക്ഷകളോടെ പച്ചക്കൊടിയാണ് ഇപ്പോൾ, പ്രതീക്ഷകളുടെ ഒരു പച്ചക്കൊടിയാണ് ലോകം കാണുന്നത്. ഹമാസിന്റെ പച്ചക്കൊടിയല്ല, പ്രതീക്ഷകളുടെ പച്ചക്കൊടി. ഏത്? അപ്പൊ ഈ ഹമാസ് എവിടെ പോകും? ഹമാസിന് എവിടെ പോകുന്നത്? ദുഃഖമോ? അല്ല, ഇവന്മാര് പാകിസ്ഥാനിൽ വരുവാടാ, അതല്ലേ പ്രശ്നം. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തുന്നതിന് 1-1.5 ആഴ്ച മുമ്പ് യവന്മാരെ കുറെ എണ്ണം പാകിസ്ഥാനിൽ വന്നിരുന്ന മറ്റവന്മാർക്ക് ഇതൊക്കെ പരിശീലനമൊക്കെ കൊടുത്തിട്ടാ പോയത്. അതെ, അതൊരു ആശങ്കയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ ഈജിപ്ഷ്യൻ, അമേരിക്കൻ, ഇസ്രായേൽ, ഹമാസ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായി എത്തുന്നു. പ്രതിനിധികളുണ്ടോ ഭീകര? ഹമാസ് 9ഓളം രാജ്യങ്ങളാണ് ഹമാസിനെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിട്ട്. 9 രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് കേരളമുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ യൂറോപ്യൻ യൂണിയൻ അത്രയും, അമേരിക്ക, ബ്രിട്ടൻ, പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ, ജപ്പാൻ, പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ 9ഓളം രാജ്യങ്ങൾ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UN അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം UN നമുക്കറിയാം, അവിടെ ഈ ഇടതുപക്ഷ പിന്നെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് അതിപ്രസരത്വമുണ്ട്. കണ്ടായിരുന്നല്ലോ നമ്മൾ അവിടെ. നെതന്യാഹു അല്ല, UK അല്ല, UN കാര്യമാണ്, ഐക്യരാഷ്ട്രസഭ. അപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ ഈ പറയുന്ന ഇസ്ലാമിക ഇടത് നമ്മൾ പറയുമല്ലോ, കമ്മി സുഡാപ്പി, അതിന്റെ അവിടെ ഉണ്ടത്, അതിന്റെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റുകൾ, അങ്ങനത്തെ അതിന്റെ ഒരു അവിശുദ്ധ ബന്ധം അവിടെയും കാണാൻ പറ്റും. അപ്പൊ ഏതായാലും ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹമാസിന്റെ അന്ത്യശാസനവുമായിട്ട് ട്രംപ് വന്നിരിക്കുകയാണ്. അപ്പൊ പ്രകോപിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നും ഇവിടെ ഹമാസിന് ചെയ്യാനില്ല എന്നുള്ള കാര്യം ട്രംപിന് വ്യക്തമാണ്. അപ്പൊ ചുമ്മാ ഒന്ന് ചൊറിയുക അതിന്റെ കൂടെ എന്നുള്ളതാണ്. മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ, ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഹമാസ് അധികാരമൊഴിയാൻ വിസമ്മതിച്ചാൽ സർവനാശം, ഹമാസിന്റെ സർവനാശം എന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഗാസയിൽ നിന്നും ഹമാസ് സമ്പൂർണ്ണമായി അധികാരമൊഴിയണം, അല്ലാത്ത പക്ഷം ഹമാസിനെ തുടച്ചു നീക്കും എന്നാണ്, വൈപ്പ് ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഹമാസ് അധികാരത്തിൽ തുടരുമെന്ന് നിർബന്ധം പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള CNN റിപ്പോർട്ടർ ജെയ്ക്ക് ടാപ്പർ ടെക്സ്റ്റ് സന്ദേശത്തിലൂടെ SMS സന്ദേശത്തിലൂടെ ചോദിച്ചപ്പോഴായിരുന്നു ട്രംപ് ഈ മറുപടി ഇദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ ഈ സമാധാന ചർച്ചകളിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. അതായത് ഗാസയിലെ നിയന്ത്രണവും അധികാരവും വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ തുടച്ചു നീക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വിവരിച്ചിരുന്നു. ഒരു വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇദ്ദേഹം പ്രകോപനം മനഃപൂർവ്വം പറയുകയാണ്. അതായത് മനസ്സിലായോ, അത് ഒരു അടി കഴിഞ്ഞു പരിഹരിക്കാൻ വരുന്ന സമയത്ത് മര്യാദയ്ക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയുന്നിടത്ത് നിർത്തണം. അത് കഴിഞ്ഞിട്ട് ചർച്ചയ്ക്ക് വരുന്നൊക്കെ കൊള്ളാം, ചർച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ട് പോയാൽ നിന്നെയൊക്കെ തീർത്ത് കളയും. എന്നാ പിന്നെ കണവണ പറഞ്ഞിട്ട് എന്ന കാര്യം എന്ന് അവർ വിചാരിക്കും. അങ്ങനെ അതേ പറയാം, അവർക്ക് അങ്ങനെ വിചാരിക്കാനുള്ള വകുപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവരെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മരണശേഷം ആണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവര്. മനസ്സിലായോ? മരണശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും പോരാടാൻ പോകരുത്. അതിന് അമേരിക്കയ്ക്ക് മുമ്പേ തന്നെ ഒരു തോറ്റ് ചരിത്രമുണ്ട് അഫ്ഗാനിസ്ഥാനോട് മുമ്പ് അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നതിന്റെ കാരണം ഇതാണ്. കാരണം അവർ ചാവേറുകളാണ്, അതാണ്, അത് ശ്രദ്ധിക്കണം. അപ്പൊ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും
ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സംരക്ഷിക്കുന്ന നിലപാടും ട്രംപ് CNN റിപ്പോർട്ടറിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നൽകിയത്. നെതന്യാഹുവിനെ തള്ളി പറയാൻ ഇപ്പോഴും ട്രംപ് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഗാസയിലെ ബോംബാക്രമണം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പക്ഷേ ഈ ട്രംപ് മറുപടി പറഞ്ഞ സമയത്ത് തന്നെ നെതന്യാഹു അവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഗാസയുടെ നിയന്ത്രണവും അധികാരവും ഹമാസ് ഉപേക്ഷിക്കാത്ത പക്ഷം അവർ പൂർണ്ണനാശം നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഹമാസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള ആശങ്ക കൂടിയാണ് ഇതോടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാസയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പശ്ചിമേഷ്യയിൽ എന്ത് ഉണ്ടാകില്ല? അപ്പൊ ഇസ്രായേൽ മന്ത്രിയുടെ ഒരു ഭീഷണി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ സമാധാന നീക്കങ്ങൾക്കിടയിൽ, അതായത് ഗാസയിലെ സമാധാന നീക്കങ്ങൾക്കെതിരെ ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ രംഗത്തെത്തി. ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ കാണും. നമ്മളിപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ സോഫിയ ഖുറേഷിയെ പരിഹസിച്ച ഒരു വിജയ് എന്ന് പറയുന്ന BJP നേതാവുണ്ട്, പേര് കംപ്ലീറ്റ് മറന്നുപോയി എന്താണെന്നുള്ള. മറന്നുപോയി ഇയാളുടെയൊക്കെ പേര് ഓർത്തു. എന്തായാലും പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അപ്പൊ അതുപോലെ ഇപ്പോൾ ഇതുപോലെ ഉള്ള ഒരുത്തനാണ് ഇറ്റാമർ ബെൻ ഗ്വിർ. അപ്പൊ ഹമാസിനെ ഇല്ലാതാക്കണമെന്നും ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്നും ബെൻ ഗ്വിർ ഭീഷണി മുഴക്കി. അതായത് ഇദ്ദേഹം സർക്കാരിൽ നിന്ന് രാജിവെക്കുമെന്ന് ഹമാസ് ഉണ്ടെങ്കിൽ. അപ്പൊ അത് നെതന്യാഹുവിനെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബന്ദികളെ വിട്ടുകൊടുത്താൽ ഹമാസ് തീർന്നു. 48 ബന്ദികളാണുള്ളത്. അവരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര 25 40ഓളം തന്നെ മൃതശരീരങ്ങളും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ശരീരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, മൃതശരീരങ്ങൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവനോടുള്ള 48 വരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഹമാസിന്റെ കാര്യം തീർന്നു. നെതന്യാഹു എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹമാസിനും അതറിയാം. അപ്പോ തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ ബെൻ ഗ്വിർ എന്ന് പറയുന്ന ഈ മന്ത്രിയുടെ അതാണ് തീവ്ര വലതുപക്ഷക്കാരനാണ്. അപ്പൊ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയാണ് ഇദ്ദേഹം. അപ്പൊ സമാധാന ശ്രമങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നതിനിടെയുള്ള ബെൻ ഗ്വിറിന്റെ ഭീഷണിക്കെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. നേരത്തെയും ബെൻ ഗ്വിർ ഇതുപോലുള്ള കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ വിമർശനം നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഈ സയോണിസ്റ്റുകൾ എന്നൊക്കെയാണ് ഇവരെ പറയുന്നത്. ചോറ് എവിടെയാണെങ്കിൽ കൂറ് എവിടെയാണ്. ആർക്ക്? ഇയാൾക്ക്. എങ്ങനെ? അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഇയാൾ പറയുന്നത് സമാധാനം പുലർന്നില്ലെങ്കിൽ ഇയാൾ രാജിവെച്ച് പോകും. അതായത് ഹമാസ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഹമാസിനെ തീർക്കണം, അതാണ് ആവശ്യം. ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഹമാസിനെ വെറുതെ വിടാൻ പറ്റൂല. നിരായുധീകരണം മാത്രം പോരാ. ഹമാസിനെ, അതായത് ട്രംപ് പറഞ്ഞ എന്താണ്? അല്ല, ട്രംപ് പറഞ്ഞത് ചർച്ചയ്ക്കിടയിൽ കണകണ പറഞ്ഞു കഴിഞ്ഞാല് തീർക്കുള്ളൂ. അങ്ങനെയല്ല, ഇദ്ദേഹം പറയുന്നത് എന്താണ്? ബന്ദികളെ കിട്ടുക, തീർക്കുക. അതിനുശേഷം അവരടുത്ത് പൊക്കിയോളാനാണെന്നും പറയണ്ട, തീർക്കുക. അതായത് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ്, തീവ്രവാദിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അത് ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്ടോബർ 7 നാളെയാണത്. അതെ, അന്ന് അവിടെ 1200 എണ്ണത്തിനെ തീർത്തത്. 2 മണിക്കൂറിനുള്ളിലാണ് അത് തീർത്തിരിക്കുന്നത്. ഇതിന് എത്ര ഈ കിഡ്നാപ്പ് ചെയ്തതൊക്കെ വീട്ടിൽ കയറി കൊന്നതിന്റെ ഇതിന്റെയൊക്കെ ഡോക്യുമെന്ററികൾ യൂട്യൂബിലുണ്ട്. ഇവര് പറയും അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ ഒക്ടോബർ 7 എന്ന് പറഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ ഒരു ജൂത പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തിട്ട് ഈ റോഡ് റോളറിനോ അങ്ങനെ എന്തോ ആ പെൺകുട്ടിയുടെ ശരീരം ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിൽ ജഡത്തില് ഈ കുട്ടിയെ ഭോഗിക്കാൻ കഴിയാത്തവർ ഈ ജഡത്തിൽ അടിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഭോഗിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ശവത്തിൽ അടിക്കുക എന്നുള്ളതാണ്. നഗ്നമായിട്ടുള്ള ശരീരത്തിൽ അടിക്കുകയാണ്, ആഞ്ഞടിക്കുകയാണ്. അത്രയും ജൂതവിരോധമാണ് ഈ പറയുന്ന ഹമാസിന് ഇവരോടുള്ളത്. അപ്പോൾ അതെല്ലാം കൊണ്ട് ആണ് അങ്ങനെ. അപ്പോൾ അങ്ങറ്റത്തെ തീവ്രവാദികളാണ്. അപ്പോൾ എന്തായാലും ഈ വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറായത് താനുമായിട്ട് നടത്തിയ നിർണായക ഫോൺ വിളിയെ തുടർന്നെന്നൊക്കെയാണ് ട്രംപിന്റെ നിർദ്ദേശം. പക്ഷേ ട്രംപിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തൂടെ വെടിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അത്ര നല്ലതല്ല എന്നുള്ളതാണ് പൊതുവെ. അതായത് ട്രംപ് ഇടയ്ക്ക് നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്നൊക്കെ ഫക്കെന്നൊക്കെ വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നു. പ്രാന്താണവൻ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നെതന്യാഹു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ
ഈ 21 ഇന കരാറാണല്ലോ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കരാറിൽ 20ഓളം, 21 ഇതെല്ലാം തന്നെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്ന, ഇത്രയും നാളെ ഹമാസ് പാലസ്തീൻ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്ന അതിനകത്ത് ഒറ്റ കാര്യം, ഒറ്റ പേരാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞ പേര്, ടോണി ബ്ലെയർ. UK പ്രധാനമന്ത്രിയാണ് ഗാസയുടെ തലവനായിട്ട് വരുന്നത്. അത് ഇവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അമേരിക്ക അങ്ങനെ ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ പേര് തന്നെ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് ടോണി ബ്ലെയർ പ്ലാൻ എന്നാണ് അതിനിട്ടിരിക്കുന്നത്. എന്തായാലും ഗാസയിൽ സമാധാനം പറയട്ടെ.